Hi all, my name is Shibin Muhammad. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു SQL, ബേസിക് സ്ട്രക്ചർ ആൻഡ് പർപ്പസ് ഓഫ് DBMS. അതിനെക്കുറിച്ചാണ്. SQL is a standard programming language used to manage and manipulate a relational database. It is used to communicate with the database to store, retrieve, update, delete data. SQL was originally developed by IBM in 1970s. Today it was widely used in database systems such as MSQL, Oracle Database, Microsoft SQL Server and PostgreSQL. അതായത് SQL is a structured query language ആണ്. SQL യൂസ് ചെയ്യുന്നത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. ഡാറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് എടുക്കുക, അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും SQL യൂസ് ചെയ്യുന്നു. SQL 1970 IBM ഡെവലപ്പ് ചെയ്തതാണ്. ഇപ്പോൾ SQL യൂസ് ചെയ്യുന്ന പോപ്പുലർ ഡാറ്റാബേസ് സിസ്റ്റം പറഞ്ഞാൽ MySQL, Oracle ഡാറ്റാബേസ്, മൈക്രോസോഫ്റ്റ് SQL സെർവർ, PostgreSQL. ഇതിന് മെയിൻ ഫങ്ഷൻ എന്താ പറഞ്ഞാൽ ക്രിയേറ്റ് ഡാറ്റാബേസ് ആൻഡ് ടേബിൾസ്. ഡാറ്റാബേസും ടേബിളും ക്രിയേറ്റ് ചെയ്യാനും ഇൻസേർട്ടിങ് ഡാറ്റ ഇൻറ്റു ടേബിൾസ്, ടേബിൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും പിന്നെ റിട്രീവ് ഡാറ്റ യൂസിങ് സെലക്ട് ക്വറി യൂസ് ചെയ്തിട്ട് ഡാറ്റ എടുക്കുക, പിന്നെ എക്സിസ്റ്റിംഗ് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനും റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാനും യൂസർ പെർമിഷൻ കൺട്രോൾ ചെയ്യാനും. സിമ്പിളായി പറഞ്ഞാൽ SQL ഡാറ്റാബേസിനോട് സംസാരിക്കുന്ന ലാംഗ്വേജാണ് SQL. അതാണ് ഇത് മെയിനോട് ഉദ്ദേശിക്കുന്നത്. ബേസിക് സ്ട്രക്ചർ ഓഫ് SQL കമാൻഡ് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്, ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്, പിന്നെ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ആൻഡ് മോഡിഫൈ ദ ഡാറ്റാബേസ് സ്ട്രക്ചർ. ഡാറ്റ DDL യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസ് സ്ട്രക്ചർ ക്രിയേറ്റ് ആൻഡ് മോഡിഫൈ ചെയ്യാനാണ്. അതിലുള്ളതാണ് ക്രിയേറ്റ്, അൾട്ടർ, ഡ്രോപ്പ്, ട്രൂണക്കേറ്റ്. ക്രിയേറ്റ് പറഞ്ഞാൽ പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ. അൾട്ടർ പറഞ്ഞാൽ മോഡിഫൈ ടേബിൾ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ, അതാണ് അൾട്ടറിനോട് യൂസ് ചെയ്യുന്നത്. ഡ്രോപ്പ് ഡിലീറ്റ് ടേബിൾ ഓർ ഡാറ്റാബേസ്, ഡിലീറ്റ് ചെയ്യാനാണ് ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത്. ട്രൂണക്കേറ്റ് റിമൂവ് ഓൾ റെക്കോർഡ് ഫ്രം ടേബിൾസ്, അതായത് ടേബിളിലുള്ള റെക്കോർഡ്സ് റിമൂവ് ചെയ്യാൻ. ഇത് സ്ട്രക്ചേർഡ് റിലേറ്റഡ് കമാൻഡാണ്. DDL കമാൻഡ് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് റിലേറ്റഡ് കമാൻഡാണ്. അടുത്തത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ടേബിളിലുള്ള ഡാറ്റ മാനേജ് ചെയ്യാനാണ്. അതിലുള്ളതാണ് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, സെലക്ട്. പുതിയ ഡാറ്റ ആഡ് ചെയ്യാൻ, എക്സിസ്റ്റിംഗ് ഡാറ്റ അതാണ് ഇൻസേർട്ട്. എക്സിസ്റ്റിംഗ് ഡാറ്റ ചേഞ്ച് ചെയ്യാനാണ് അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നത്. ഡിലീറ്റ് പറഞ്ഞാൽ ഡാറ്റ റിമൂവ് ചെയ്യാൻ, സെലക്ട് ഡാറ്റ റിട്രീവ് ചെയ്യാൻ. ഇതും ഡാറ്റ റിലേറ്റഡ് കമാൻഡാണ്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഒരു ഡാറ്റ റിലേറ്റഡ് കമാൻഡാണ്. അടുത്തത് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് യൂസ്ഡ് ടു കൺട്രോൾ ആക്സസ് ടു ഡാറ്റ. DCL യൂസ് ചെയ്യുന്നത് പെർമിഷൻ കൺട്രോൾ ചെയ്യാനാണ്. അതിലുള്ളതാണ് ഗ്രാൻഡ്, റിവോക്ക്. ഗ്രാൻഡ് പറഞ്ഞാൽ പെർമിഷൻ കൊടുക്കാൻ, റിവോക്ക് പറഞ്ഞാൽ പെർമിഷൻ റിമൂവ് ചെയ്യാൻ. ഇത് ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് കമാൻഡാണ് DCL കമാൻഡ് പറഞ്ഞാൽ. പിന്നെ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്, ഷോർട്ട് നോട്ടായിട്ട് TCL കൊടുക്കുക. TCL ഈസ് യൂസ്ഡ് ടു മാനേജ് ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ. DCL യൂസ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ മാനേജ് ചെയ്യാനാണ്. അതിലുള്ളതാണ് കമ്മിറ്റ്, റോൾ ബാക്ക്, സേവ് പോയിൻറ്റ്. കമ്മിറ്റ് ചേഞ്ച് സേവ് ചെയ്യാൻ, റോൾ ബാക്ക് ചേഞ്ച് ഉണ്ടോ ചെയ്യാൻ, സേവ് പോയിൻ്റ് എന്നൊരു ചെക്ക് പോയിൻറ്റ് സെറ്റ് ചെയ്യാൻ. അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കാൻ, ബാങ്ക് ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ ഒരു എറർ വന്നാൽ റോൾ ബാക്ക് ചെയ്യും. ഇതൊരു TCL എക്സാമാണ്. പിന്നെ പർപ്പസ് ഓഫ് DBMS ഫുൾ ഫോം. DBMS is a software that allows user to create, manage, control database efficiently. DBMSൻ്റെ ഫുൾ നെയിമാണ് ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം. DBMS എന്തെന്നാണ് വെച്ചാൽ ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. എൻ്റെ എക്സാമ്പിളാണ് MySQL, Oracle ഡാറ്റാബേസ്, മൈക്രോസോഫ്റ്റ് ആക്സസ്, IBM DB2. അതിന് മെയിൻ പർപ്പസാണ് പറയാൻ പോകുന്നത്. ഡാറ്റ സ്റ്റോറേജ്, സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇൻ ഓർഗനൈസ്ഡ് മാനർ. വളരെ ലാർജ് ഡാറ്റ സേഫായിട്ട് സ്റ്റോർ ചെയ്യുക. ഡാറ്റ സെക്യൂരിറ്റി, പ്രൊട്ടക്റ്റ് ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാൻ. ഡാറ്റ ഇൻറ്റഗ്രിറ്റി, മെയിൻറ്റെയിൻ ആക്യുറസി ആൻഡ് കൺസിസ്റ്റൻറ്റ് ഓഫ് ഡാറ്റ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ.
Data sharing allow multiple users to access data simultaneously. മൾട്ടിപ്പിൾ യൂസർ സെയിം ടൈമിൽ ആക്സസ് ചെയ്യുക. റെഡ്യൂസ് റിഡൻഡൻസി, അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. ബാക്കപ്പ് ആൻഡ് റിക്കവറി, പ്രൊട്ടക്ട് ഡാറ്റ ഫ്രം സിസ്റ്റം ഫെയിലിയർ. ഫാസ്റ്റ് റിട്രീവൽ, ഫാസ്റ്റ് ഡാറ്റ സെർച്ച് ചെയ്യാനാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് ഓഫ് DBMS. DBMS എന്നാണ് ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കൺക്ലൂഷനിൽ പോവാണ്. SQL and DBMS are essential technologies in modern information system. SQL is used to interact with the database, while DBMS help in organizing and manage data effectively. Togetherly, they ensure secure, efficient, and reliable data management in banking, education, healthcare, and business sector. അതായത് SQL DBMS മോഡേൺ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SQL യൂസ് ചെയ്ത് ഡാറ്റാബേസിൽ മാനേജ് ചെയ്യുന്നു, DBMS യൂസ് ചെയ്ത് ഡാറ്റ സേഫായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. ഇത് രണ്ടും ടുഗദർ യൂസ് ചെയ്യുമ്പോൾ ബാങ്കിങ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ബിസിനസ് ഫീൽഡ് സെക്യൂർ ആയിട്ടുള്ള എഫിഷ്യൻറ്റും ആയ ഡാറ്റ മാനേജ്മെൻറ്റ് ബേസ് നടക്കുന്നു. ഇതാണ് ഇതിനോട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.